അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചിട്ടും രാത്രിയിൽ ഒരു സുരക്ഷയും ഇല്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ജീവനക്കാർക്ക് നേരെ അജ്ഞാതരുടെ ആക്രമണം പതിവായതോടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ വലിയ ഭീതിയിലാണ്. ഈ പ്രശ്നം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആയിരക്കണക്കിന് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടം. ഇതിനോടകം തന്നെ നിരവധി വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമാണ് സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ളത്. 9 മാസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വനിതാ PG ഡോക്ടറെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. വനിതാ ജീവനക്കാരെ ആക്രമിക്കാനുള്ള ശ്രമവും മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ക്യാമ്പസിൽ ഒരു സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടില്ല. ഇരുൾ വീണു കഴിഞ്ഞാൽ ക്യാമ്പസിനകത്ത് ഇപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സ്ട്രീറ്റ് ലൈറ്റുകളോ CCTV ക്യാമറകളോ മതിയായ സെക്യൂരിറ്റി ജീവനക്കാരോ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് ഒരു സുരക്ഷാ നയം വേണം. അതായത് ഇതിന്റെ ഏത് പരിധി വരെ സാധാരണക്കാർക്ക് പ്രവേശനമുണ്ട്, ഇത് ഏത് സ്ഥലം മുതലാണ് നമ്മുടെ ഹോസ്റ്റൽ ഏരിയാസ്, അവിടേക്കുള്ള പ്രവേശനം ആർക്കൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി നമുക്കൊരു സുരക്ഷാ നയം വേണം. നടപടിയില്ലാതെ വന്നതോടെ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി SFI പ്രതിഷേധമുയർത്തി. സാധാരണയായി ഹോസ്റ്റലിലേക്ക് പോകുന്നവർ മാത്രമാണ് രാത്രിയിൽ ഈ വഴി ഉപയോഗിക്കുക. അധിക സമയവും ഇവിടം വിജനമായിരിക്കും. ക്യാമ്പസിന് സമീപം തന്നെ LD ക്വാർട്ടേഴ്സ് വഴി തുറന്നു കിടക്കുന്നതിനാൽ സാമൂഹ്യ വിരുദ്ധർ ഈ വഴിയാണ് പ്രവേശിക്കുന്നത്. കാറിന് വരെ പ്രവേശിക്കാവുന്ന വിധത്തിലാണ് വഴി. പൊതുവഴിയായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. LD ക്വാർട്ടേഴ്സിന് സമീപം ഒരു വഴി, അത് പുറത്തു നിന്നുള്ള ആൾക്കാർ ക്യാമ്പസിനുള്ളിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പല സാമൂഹ്യ വിരുദ്ധരും ഈ വഴി ഉപയോഗിച്ച് ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നം മൂലം ആ വഴി വീണ്ടും തുറക്കുകയുണ്ടായി. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നവും വിദ്യാർത്ഥികളുടെ പ്രശ്നവും രണ്ടും കൂടെ കൂട്ടിവെച്ച് മനസ്സിലാക്കി ഒരു പ്രോആക്റ്റീവായിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചോ അങ്ങനത്തെ രീതിയിലുള്ള യാതൊരു നടപടികളും ഇതുവരെയായിട്ടും ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ക്യാമ്പസിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതാണ്. പേരിന് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും അവയൊന്നും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. ഇപ്പോഴും ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇല്ലാതെ വളരെയധികം ഇരുട്ട് പിടിച്ച് അൺസേഫ് ആയിട്ടുള്ള പല ഏരിയകൾ ഇപ്പോഴും കോളേജ് ക്യാമ്പസിലുണ്ട്. അപ്പോൾ ഈ സ്ഥാപിക്കപ്പെട്ട സ്ട്രീറ്റ് ലൈറ്റുകളിൽ തന്നെ പലതും ഇപ്പോഴും പ്രവർത്തനക്ഷമവുമല്ല. അപ്പോൾ അത് എന്തുകൊണ്ട് ഫോളോ അപ്പ് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിനകത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രതികളെ കണ്ടെത്താനായി തെളിവുകൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. 6 മാസം മുന്നേ ഒരു വനിതാ PG ഡോക്ടറെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിലും ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് വിദ്യാർത്ഥികളുടെ ഫോൺ മോഷണം പോകുന്നൊരു സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പ്രതികളെ കണ്ടെത്താൻ പറ്റാത്തത് ഇത്തരം CCTVകളുടെ അഭാവം മൂലമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ഒരു ചർച്ചയാവുകയും ആ ഒരു പ്രശ്നത്തിന്റെ സമയത്ത് മാത്രം അതൊരു ചർച്ചയാകും, അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് പരിഹാരങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവാണ്. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരെയായിട്ട് ഇതിന് എടുക്കണമെന്നോ അതിന്റെ ഒരു സീരിയസ്നെസ്സോട് കൂടി ഇത് പരിഹരിക്കണം എന്നുള്ള ഒരു ബോധ്യം ഇപ്പോഴും ഇവിടുത്തെ കോളേജ് അധികൃതർക്ക് വരാത്തൊരു സാഹചര്യമുണ്ട്. പ്രശ്നപരിഹാരം ചർച്ചകളിൽ മാത്രമായി ഒതുങ്ങുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ച തന്നെയാണ് ഈ ക്യാമ്പസിനെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഇവിടെ സുരക്ഷിതരായി പഠിക്കണമെങ്കിലും ജോലി ചെയ്യണമെങ്കിലും എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായേ മതിയാകും. അരുൺ പുതുപ്പാടിക്കൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.